ഒരുപാട് ദിവസത്തെ ശേഷമാണ് കേട്ടോ ഇന്നൊരു ഞാൻ വ്ളോഗായിട്ട് വരുന്നത്. എൻ്റെ ഇന്ന് കുട്ടി മിനി വ്ളോഗാണ്, ഫുഡ് വ്ളോഗാണ്. സോ ഫസ്റ്റ് പുറത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് കുടിക്കുന്നത് സോഡ സർബത്താണ്. അപ്പം നമ്മൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് ഇന്ന് മാംഗ്ലൂർ പോകണമെന്നാണ്. സോ ഒരുപാട് ഇയേഴ്സിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്ന ഒരു ഹോട്ടലിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഹമ്പൻകട്ടാണ്. ഹമ്പൻകട്ട മെയിൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് വേയിലാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. ഈ ഒരു മെയിൻ സിറ്റിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഹോൾസെയിൽ ടോപ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ജസ്റ്റ് ഒരു 100 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ അങ്ങനെ ഈ ഒരു ഹോട്ടൽ പെട്ടെന്ന് നമുക്ക് കണ്ടു. സോ സാൽവ ആണ് കേട്ടോ, കൂടുതൽ മലയാളി വരുന്ന ഹോട്ടലാണ് കേട്ടോ ഇത്, ഹോട്ടൽ സാൽവ. ഇത് ഇന്നോ ഇന്നാലുണ്ടായ ഹോട്ടലല്ല, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ ഹോട്ടലുണ്ട്. സോ എനിക്ക് പെട്ടെന്ന് ഈ ഹോട്ടൽ കാണുമ്പോഴാണ് മനസ്സിലായത് ഈ ഹോട്ടലിൽ നമ്മൾ കയറി ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ ബിരിയാണി കഴിക്കാനൊക്കെ ആദ്യമായിട്ട് സാൽവ ഹോട്ടലിലാണ് വന്നുണ്ടായത് മാംഗ്ലൂരിൽ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതും നമ്മളെ മാംഗ്ലൂർ ഈ റൈസും പിന്നെ ഫിഷ് കറിയാണ്. അതിൻ്റെ കൂടെ ഐല ഫ്രൈ ആണ്. അപ്പോൾ ഐലക്ക് മാംഗ്ലൂർ ഫേമസ് ആയിട്ടുള്ളത് ബങ്കുടെ എന്ന് പറയും. ബങ്കുടെ തവ, ബങ്കുടെ ഫ്രൈ എന്ന് പറഞ്ഞാൽ മാംഗ്ലൂർ സ്പെഷ്യലാണ്. പിന്നെ ഇവിടുത്തെ മീൻ കറിയും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും മീൻ കറിയും ചോറ് കഴിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിക്കൻ കൊടുക്കുന്ന പകരം മീനാണ് കൂടുതൽ കൊടുക്കേണ്ടത്. അവരെ ഹെയറിന്, ഹെൽത്തിന്, സ്കിന്നിന് വളരെ നല്ലതാണ് ഫിഷ്. പിന്നെ ചോറിൻ്റെ കൂടെ ഇത്തിരി ഒരു പച്ചക്കറിയും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഡൈജഷൻ ആവാൻ കുറച്ച് നടക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ബാംഗ്ലൂരിൽ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് ബീഡ എന്ന് പറയുന്നത്. ഫുഡ് ക്രേസ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ഫുഡ് കണ്ടാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തോ ആവട്ടെ ഇന്നൊരു സ്വീറ്റ് ബീഡ കഴിക്കണമെന്ന് വിചാരിച്ചു. ഈ ലീവ്സ് പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഹെൽത്തിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, ഹെയറിനാവട്ടെ സ്കിന്നിനാവട്ടെ. ബട്ട് ഇതിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ അവർ ആഡ് ചെയ്യാറുണ്ടോ, അതിൽ കുറച്ച് വേണ്ടാത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് കഴിച്ചാൽ മതിയാവും. അങ്ങനെ സ്വീറ്റ് ബീഡൊക്കെ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊണ്ട് വരുമ്പോൾ എൻ്റെ മോൻ ഷോക്കിൽ നോക്കുകയാണ്. അവൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുള്ളത്. ഉമ്മക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിച്ചാൽ വായൊക്കെ റെഡ് ആവുമെന്ന് പറയുന്നത്. സോ അതിൻ്റെ മുകളിൽ കുറച്ച് ജെല്ലി കൺസിസ്റ്റൻസ് ഉള്ള ഈ ഒരു സ്വീറ്റും ഇട്ടു. ആ സ്വീറ്റാണ് അത്രേ ഈ ഒരു സ്വീറ്റ് ബീഡാൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് ഫൈനലായിട്ട് അവരിങ്ങനെ കെട്ടി തന്നു. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വായിലിട്ടിട്ട് ഇത് ചുങ്ക് ചെയ്യണത്രേ. സോ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്.